വലുതായിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ ക്രിസ്തുവേ. ഈശോയിൽ സ്നേഹമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 7-ാം വാക്യമാണ്: കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അത് ആരംഭിക്കുന്നത് യഥാർത്ഥ ശിഷ്യൻ എന്ന ടൈറ്റിലോടുകൂടിയാണ്. ഇപ്പം പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ്, അവരെയാണ് ദൈവം അവരെ അനുഗ്രഹിക്കുക, അവരെയാണ് ദൈവം അനുഗ്രഹിക്കുക, അവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. നമുക്കറിയാമല്ലോ, മാതാവും സഹോദരങ്ങളും ഇങ്ങനെ ശിഷ്യന്മാരും ഈശോയെ കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ, അത് മത്തായിയുടെ സുവിശേഷം തന്നെയാണ്. 12-ാം അധ്യായത്തിൽ അവർ 46 മുതലുള്ള വാക്യങ്ങൾ അവർ കാത്തു നിൽക്കുമ്പോഴും, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരൻ? എന്നിട്ട് തൻ്റെ ശിഷ്യരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും സഹോദരനും. മത്തായി 12:50 സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. അപ്പം പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റണം. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായതുകൊണ്ടാണ് നമ്മളിപ്പോൾ പള്ളി വന്നില്ലെങ്കിലും പട്ടിണി കിടക്കില്ല നമ്മൾ. കാരണം ഭക്ഷണം, ആരോഗ്യം വേണ്ടേ പള്ളി വരാൻ? അപ്പം ഭക്ഷണം നമ്മൾ കഴിക്കും. ഭക്ഷണം പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം അത് 4-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ് യേശുവിൻ്റെ ഭക്ഷണം എന്ന് പറയാൻ. യേശു പറഞ്ഞു, യോഹന്നാൻ 4:34, യേശു പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. അപ്പോൾ ഓർത്ത് നോക്കി, എത്ര പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നത്. അതുകൊണ്ടാണ് മറിയം ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നെ നിറവേറട്ടെ എന്ന് പറഞ്ഞത്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഇങ്ങനെ മുന്തിരിച്ചെടിയും ശാഖകളും അതിനെക്കുറിച്ച് പറയുന്നിടത്ത് നമുക്കറിയാമല്ലോ, ശാഖ മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കണം. ഈ ചേർന്ന് നിൽപ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ചേർന്ന് നിൽപ്പ്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം ഈ മുന്തിരിച്ചെടിയുടെ ശാഖയുടെ കഥ പറയുന്ന ആ ഭാഗത്ത് തന്നെ 7-ാം വാക്യത്തിൽ, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അപ്പം നമ്മൾ കർത്താവിന് ഇഷ്ടം നിറവേറ്റാതെ കർത്താവേ കർത്താവേ യേശുവേ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പം കള്ളുകൂടി മാറ്റാതെ കർത്താവേ എന്നിങ്ങനെ രാവും പകലും കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല. വ്യഭിചാരം മാറ്റാതെ കർത്താവേ എന്ന് വിളിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെയാ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തണം. അതാണ് യാക്കോബിൻ്റെ ലേഖനം 4-8 വാക്യം, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവം നിങ്ങളോടും ചേർന്ന് നിൽക്കും. സങ്കീർത്തനം 91 പലരും പ്രാർത്ഥിക്കുന്നവരാണ്, പക്ഷെ അതൊന്നും വെറുതെ ഇങ്ങനെ വായിച്ചു വിടുക, അല്ലെങ്കിൽ കാണാതെ പഠിച്ചു വെച്ചത് കൊണ്ട് ഇങ്ങനെ ചൊല്ലിവിടുക. സങ്കീർത്തനം 91:14, അവൻ, അതായത് ദൈവം മനുഷ്യരോട് പറയുന്നത് പോലെ, അവൻ എന്നോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അപ്പം ഈ ചേർന്ന് നിൽപ്പ്, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നൊരവസ്ഥ, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഇപ്പോൾ ധൂർത്തപുത്രൻ്റെ കഥ എടുത്താലും എപ്പോഴും പറയാവുന്ന ഒരു നല്ലൊരു ഉദാഹരണമാണ്, നമുക്ക് റിലേറ്റ് ചെയ്യാവുന്നൊരു സംഭവമാണ് ധൂർത്തപുത്രൻ്റെ കഥ. അതുപോലെ പറുദീസ, യഥാർത്ഥത്തിൽ അവരിങ്ങനെ പാറമേൽ ഉറപ്പിച്ച പോലുള്ള ഒരു തീക്ഷ്ണത ദൈവത്തോട് അവർ കാട്ടിയിട്ടില്ല. അപ്പം പറുദീസയിൽ ദൈവം പറഞ്ഞു ഇത് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞു. ഉടനെ തന്നെ പിശാച് വന്നപ്പോൾ പിശാചിന് അവസരം കൊടുത്തു. എഫേസ്യർ 4:27, സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. എഫേസ്യർ 4:27, സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. അപ്പം ഹൗവ സാത്താൻ അവസരം കൊടുത്തു. അതാണ് അങ്ങനെ പറ്റിയത്. അത് ഉറപ്പോടുകൂടെ നിൽക്കാതിരുന്നത് കൊണ്ടാണ്. ഒരു വഴുവഴുപ്പുള്ളതുപോലെ നിന്നു, ചാഞ്ചാടി നിന്നു, വിശ്വാസത്തിൽ ഉറപ്പില്ലാത്തതുപോലെ നിന്നു. ഇന്നത്തെ സുവിശേഷം കണ്ടില്ലേ, പാറപ്പുറത്ത് ഭവനം പണിതവൻ, അവന് ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും അവനത് നിലനിർത്തും. എന്നാൽ മണൽപ്പുറത്ത് ഭവനം പണിതവൻ ഇങ്ങനെ ഒരു അഴകൊഴ വകുപ്പിലാണ് വിശ്വാസ ജീവിതം കെട്ടിപ്പടുക്കുന്നതെങ്കിൽ, ഇപ്പോൾ ആദ്യ കുർബാന സ്വീകരണത്തിന് പോലും കുട്ടികളുടെ കയ്യിൽ നിന്ന് ഒരു റിട്ടേൺ ആപ്ലിക്കേഷൻ എഴുതി മേടിക്കാറുണ്ട് ഞാൻ.
കാരണം മാതാപിതാക്കൾ അച്ഛൻ പള്ളിയിൽ അനൗൺസ് ചെയ്യുമ്പോൾ അതെ പള്ളിയിൽ ആദ്യ കുർബാന സ്വീകരണമുണ്ട്, പോയി ക്ലാസ് എടുത്തോ, ക്ലാസ് അറ്റൻഡ് ചെയ്തോ, ഇപ്രാവശ്യം നിനക്ക് ആദ്യ കുർബാനയുണ്ട്, കുട്ടിക്ക് ആഗ്രഹമുണ്ടോ എന്ന് അവർ നോക്കിയിട്ടില്ല. അപ്പം ആഗ്രഹമില്ലാതെ അത് ചെയ്തത് കൊണ്ടാണ് പലരും പിന്നെ ഇട്ട് കളയുന്നത്. സ്വന്തമായിട്ട് ആഗ്രഹിച്ച് ചെയ്യില്ലേ, പഠിക്കാനുള്ള കാര്യങ്ങൾ, എൻട്രൻസ് എക്സാമുകൾ, നല്ല വിദേശത്ത് പോകുന്ന ലാംഗ്വേജ് പഠനം, ഇതൊക്കെ ആഗ്രഹിച്ച് ചെയ്യുന്നത് കൊണ്ട് എത്ര സുന്ദരമായിട്ടാണ് ചെയ്യുന്നത്. അതാണ്. അപ്പം അങ്ങനെ ഒരു ശരിക്കൊരു ഉറപ്പില്ലാത്തതുപോലെ കാര്യങ്ങൾ ചെയ്ത് ശീലിച്ചത് കൊണ്ടാണ് നമ്മളിങ്ങനെ തകർന്നു പോകുന്നത്. അപ്പം ധൂർത്തപുത്രനും സ്വത്തൊക്കെ വാങ്ങി അങ്ങനെ ദൂരെ പോവും. ഉറപ്പില്ല, ദൈവത്തോടുള്ളൊരു ബന്ധത്തിൽ ഒരു ഉറപ്പില്ല, അപ്പനോടുള്ള ബന്ധത്തിൽ ഉറപ്പില്ല. മൂത്ത മകനും അങ്ങനെ തന്നെയാണ്. കുറേ നാൾ അപ്പൻ്റെ കൂടെ നിന്നു, എന്നിട്ടൊരു കാര്യം വന്നപ്പോൾ അപ്പനോട് മറുതലിപ്പ്, വീട്ടിൽ കയറാൻ വിസമ്മതിക്കുന്നു. അത് ഇളയവൻ തിരിച്ചു വരുമ്പോൾ അതവനെ ബാധിക്കേണ്ട കാര്യമല്ല, കാരണം അവനും അപ്പനുമായിട്ടുള്ള ബന്ധമല്ലേ. അതാണ്, ഒരു അഴകൊഴ വകുപ്പിലാണ് നിങ്ങൾ വിശ്വാസ ജീവിതം കൊണ്ടുപോകുന്നതെങ്കിൽ അനുഗ്രഹം കിട്ടാൻ പാടാം. കൃത്യമായിട്ട് അത് വെളിപാടിൻ്റെ പുസ്തകത്തിൽ എവിടെയാണ് ഈ സാത്താൻ നിലയുറപ്പിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ അത് 17 മുതലുള്ള വാക്യങ്ങളിൽ, അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു, ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. അത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു. മണൽത്തിട്ട, മണൽപ്പുറം. അപ്പം സാത്താൻ നിലയുറപ്പിക്കുന്ന സ്ഥലത്താണ് നമ്മളും ചെന്ന് നിൽക്കുന്നതെങ്കിൽ വീണു പോകും. അതാണ്, ഹൗവ സാത്താൻ ഉള്ളിടത്തേക്ക് പതിക്കങ്ങ് ചെന്നു. അപ്പം സാത്താനുമായിട്ട് സംസാരിക്കേണ്ടി വന്നു, പിന്നെ അത് കെണിയായി മാറി. അതുപോലെ തന്നെയാണ് സ്വത്തൊക്കെ വാങ്ങിച്ച് ധൂർത്തപുത്രൻ വീട് വിട്ടു പോയത് സാത്താൻ കിടന്ന് വിരകുന്ന മേഖലയിലേക്ക് ചെന്നു. അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് വീണ് പോവില്ല. നമ്മളൊന്ന് ഓർത്ത് വയ്ക്കാം, സാത്താൻ്റെ മേഖലകളിൽ നമ്മുടെ സിലബസ് ആണെങ്കിൽ ഞായറാഴ്ച ആചരണം, കുംഭസാരം, കുർബാന സ്വീകരണം, കൽപ്പനകൾ പാലിക്കുക, പഠിക്കുക, ദൈവകൽപ്പനകൾ പാലിക്കുക, വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുക, കുടുംബ പ്രാർത്ഥന ചൊല്ലുക, ഇതൊക്കെയാണ് നമ്മുടെ സിലബസ്. പക്ഷേ നമ്മൾ ഈ സിലബസിന് പകരം നമ്മൾ കൂട്ടിച്ചേർക്കുന്നത് മദ്യപാനം, വിവാഹേതര ബന്ധങ്ങൾ, മിശ്ര വിവാഹങ്ങൾ, ഇങ്ങനെ പള്ളിയിലാണെങ്കിൽ നേരെ ചൊവ്വെ വേണ്ട രീതിയിൽ വരുന്നില്ല, വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ ഒരുക്കമില്ലാതെ കുമ്പസാരിക്കുക, കുർബാന സ്വീകരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഒരു അഴകൊഴ വകുപ്പിലാണ് നമ്മുടെ വിശ്വാസം ജീവിതം കെട്ടിപ്പടുക്കുന്നതെങ്കിൽ നമുക്ക് അനുഗ്രഹം കിട്ടാൻ പാടാണ്. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറയുന്നത്. നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടതൊന്നും കൊടുത്തിട്ടില്ല. ഇത് യേശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായനയാണല്ലോ ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത്. അത് 26-ാമത്തെ അധ്യായമാണ്. യേശയ്യ 26. യേശയ്യ 26:3 പറയുന്നത്, അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു, എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഹൃദയമുറപ്പിക്കുക എന്നത് പാറപ്പുറത്ത് ഭവനം പണിയുന്നത് പോലെയാണ്. ഹൃദയമുറപ്പിക്കുക, ഹൃദയം ഇങ്ങനെ ഉറപ്പിച്ച് വെക്കുക, ഒരു കാര്യത്തിലേക്ക് ഹൃദയം ഫിക്സ് ചെയ്ത് വെക്കുക. അപ്പം ധൂർത്തപുത്രനാകട്ടെ, പർദീസയിലെ ആദിമാതാപിതാക്കളാകട്ടെ, അവർ ഹൃദയം ഉറപ്പിച്ച് വെച്ചില്ല. മൂത്ത മകൻ, ധൂർത്തപുത്രൻ്റെ കഥയിലെ മൂത്ത മകൻ പോലും അപ്പനിലെ ഹൃദയം ഉറപ്പിച്ചു വെച്ചില്ല. പല ലക്ഷ്യങ്ങളാണ്, പല കാര്യങ്ങളാണ്. ഹൃദയം ഉറപ്പിക്കാഞ്ഞത് കൊണ്ടാണ് പ്രശ്നമുണ്ടായത്. 4-ാമത്തെ വാക്യം യേശയ്യ 26:4, കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ, ദൈവ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ്, നമുക്ക് പോയി നിൽക്കാൻ പറ്റിയ പാറയാണ്. അതാണ്, ആ കല്ലാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. അത് നടപടി പുസ്തകം 4:11. ആ കല്ലാണ് യേശു, നമ്മുടെ അഭയശിലയാണ് യേശു, നമ്മുടെ അഭയശിലയാണ് കർത്താവ്. കർത്താവിൽ ഹൃദയമുറപ്പിക്കുക. ഞാനിങ്ങനെ ഹൃദയമുറപ്പിക്കുന്ന ആ ഒരു കാര്യം ഇങ്ങനെ ധ്യാനിച്ചപ്പോഴും പ്രഭാഷകൻ പുസ്തകം ഞാൻ ആമുഖത്തിൽ പറഞ്ഞതാണ്. പ്രഭാഷകൻ 49:3, അവൻ ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചു, ദുഷ്ടരുടെ നാളുകളിൽ അവൻ ദൈവഭക്തി ബലപ്പെടുത്തി. ദുഷ്ടരുടെ നാളുകൾ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചേ, നമ്മൾ നിരാശപ്പെടുത്തുന്ന വിഷയങ്ങളുള്ള നാളുകൾ, നമ്മൾ നിരാശപ്പെടുത്തുന്ന വിഷയങ്ങളുള്ള നാളുകൾ. അങ്ങനെ ചിന്തിച്ചേ, നമ്മൾ നിരാശപ്പെടുത്തുന്ന ജോലിയില്ല, കുഞ്ഞില്ല, വിവാഹം നടക്കുന്നില്ല, കടബാധ്യത, കേസ് കെട്ടുകൾ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള നാളുകളിൽ ദൈവഭക്തി ബലപ്പെടുത്തുക, ഹൃദയം കർത്താവിനെ കുറപ്പിച്ച് ദൈവഭക്തി ബലപ്പെടുത്തുക. മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ നമ്മൾ എന്താണ് കേൾക്കുന്നത്?
അത് ലൂക്ക 1:46 ലൂക്ക 1:45 അല്ലെങ്കിൽ 46. അത് 46. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ചിത്തം എന്ന വാക്ക് അത് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാവുന്ന വാക്കാണ്. അപ്പം മറിയത്തിൻ്റെ ഈ അനുഗ്രഹം അത് ഹൃദയം ദൈവത്തിൽ ഉറപ്പിച്ചു വെച്ചാണ്, ദൈവത്തോട് ചേർത്ത് വെച്ചതാണ്. അതാണ് ഇങ്ങനെ 2 ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ ഒരു സംഭവമുണ്ട്. അവർ ഇങ്ങനെ ഒരു യഹോഷാഫാത്ത് അങ്ങനെ ഒരു രാജാവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടുള്ള ചില സംഭവങ്ങളാണ്. അങ്ങനെ യഹോഷാഫാത്ത് അദ്ദേഹം അങ്ങനെ ഒരു യുദ്ധത്തിലൊക്കെ ഏർപ്പെടേണ്ട ഒരു കാര്യം വന്നു. അങ്ങനെ അവൻ ഭയന്ന് കർത്താവിലേക്ക് തിരിയാൻ തീരുമാനിച്ചു. അവൻ ചെയ്ത 2 കാര്യങ്ങളാണ്. ഹൃദയം കർത്താവിലേക്ക് ഉറപ്പിക്കുന്നത് പോലെ ചെയ്യുന്ന കാര്യമാണ്. ഹൃദയം കർത്താവിലേക്ക് തിരിയാൻ തീരുമാനിച്ചു. എന്നിട്ട് കർത്താവിൻ്റെ സഹായത്തിന് വേണ്ടി അത് 2 ദിനവൃത്താന്തം 20:3 അത് ഹൃദയം ചേർത്ത് വെച്ചത്. ഇനി 2 ദിനവൃത്താന്തം 20:13 അവർ യൂദയായിലെ പുരുഷന്മാരെല്ലാവരും കുട്ടികളോടും ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും കൂടെ കർത്താവിൻ്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു. കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുക, കർത്താവിലേക്ക് തിരിയുക, കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുക. ഇത് നമുക്ക് ധ്യാനിക്കാവുന്ന 2 വാക്കുകളാണ്. കർത്താവിലേക്ക് തിരിയുക, കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുക. നമ്മളിപ്പോൾ കുർബാന സമയത്ത് പോലും കർത്താവിലേക്ക് തിരിച്ചു വെച്ചിട്ടുണ്ടോ നമ്മുടെ മനസ്സ്? പല വിചാരത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വേറെ വല്ല ബിസിനസ് ആണെങ്കിൽ, അപ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുകയും വേണം, കർത്താവിലേക്ക് തിരിഞ്ഞു നിൽക്കുകയും വേണം. ഇത് നമുക്ക് വളരെയധികം ധ്യാനിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പം അവർ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴും അവർക്ക് ഈ യുദ്ധത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് ശത്രുക്കൾ ചുറ്റും കൂടി നിൽക്കുമ്പോൾ അവർ ഇങ്ങനെ കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് കർത്താവിലേക്ക് നോക്കി നിന്ന് അവർ പ്രാർത്ഥിച്ചപ്പോഴും അത് 2 ദിനവൃത്താന്തം 20:14 അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് സഭാമധ്യം നിന്നിരുന്ന ആസാഫ് വംശജനും ലേവ്യനുമായ യഹസിയേലിൻ്റെ മേൽ വന്നു. അങ്ങനെ ഒരു ദൂതൻ അവരുടെ മധ്യത്തിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അവർ ആ യഹസിയേൽ പറഞ്ഞു, യൂദയായിലും ജെറുസലേമിലും വസിക്കുന്നവരും യഹോഷാഫാത്ത് രാജാവും കേൾക്കട്ടെ, കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്. നാളെ അവർക്കെതിരെ പുറപ്പെടുക. അങ്ങനെ യുദ്ധത്തിൽ നിങ്ങൾ പൊരുതേണ്ടി വരികയില്ല. യൂദ ജെറുസലേം നിവാസികളെ അണിനിരന്ന് കാത്തു നിൽക്കുവിൻ. അപ്പോൾ ഈ ഒരു ദൂതൻ വന്ന്, ഒരു മനുഷ്യൻ വന്ന് ആത്മാവിൽ നിറഞ്ഞ് അങ്ങനെ അവരെ ശക്തിപ്പെടുത്തുമ്പോൾ യഹോഷാഫാത്ത് രാജാവ് പോലും ശക്തി പ്രാപിച്ച് ജനങ്ങളോട് പറയുകയാണ്, ഈ യുദ്ധത്തിൽ നിങ്ങൾ പൊരുതേണ്ടി വരികയില്ല. യൂദ ജെറുസലേം നിവാസികളെ അണിനിരന്ന് കാത്തു നിൽക്കുവിൻ. കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും. നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട. നാളെ അവർക്കെതിരെ നീങ്ങുവിൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ട്. അങ്ങനെ അവർ യുദ്ധത്തിൽ മറ്റുള്ളവരെയൊക്കെ ഈ ശത്രു സൈന്യങ്ങൾ തന്നെ, ശത്രുക്കൾ തന്നെ പല ഗ്രൂപ്പുകാരുണ്ട്, അവർ തന്നെ തമ്മിൽ യുദ്ധം ചെയ്ത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കി. ഇവർ യുദ്ധം ചെയ്യേണ്ടി വന്നില്ല, അവർ തമ്മിൽ തല്ലി അവർ കൊന്നൊടുക്കി പരസ്പരം. പക്ഷേ ഇത്രയും വലിയ അനുഗ്രഹം ഉണ്ടായിട്ട് ഇവർ മൂന്ന് കാര്യങ്ങൾ അവർ തെറ്റായിട്ട് ചെയ്തു. അത് നമുക്ക് അതും കൂടി ഒന്ന് ധ്യാനിക്കണം. അതായത് അവർ ഈ രാജാവ് പല രീതിയിൽ കർത്താവിനെ സ്തുതിച്ച് കുമ്പിട്ട് വണങ്ങി വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് പാട്ടുപാടി സ്തുതിച്ച് ഇങ്ങനെ പല രീതിയിൽ കർത്താവിനെ സ്തുതിക്കുകയൊക്കെ ചെയ്തു. 2 ദിനവൃത്താന്തം 20-25 ആകുമ്പോൾ ഇങ്ങനെ മരണപ്പെട്ടു പോയവരുണ്ടല്ലോ, ശത്രു സൈന്യം, അവരുടെ അടുക്കൽ പോയിട്ട് കൊള്ളയടിക്കും. ചില വസ്തുക്കൾ, അവർക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കൾ അവരെടുത്തോണ്ട് പോരും. അത് ദൈവത്തിന് നിരക്കാത്തൊരു കാര്യമാണ്. ചില ശീലങ്ങൾ ഇങ്ങനെ കൂടെ ചേർത്ത് പിടിച്ചോണ്ട് നടക്കുന്ന അവസ്ഥ, അതാണ്. അവർ ചില വസ്തുക്കൾ ഇങ്ങനെ കൊള്ളയടിച്ചോണ്ട് പോരും. ഇനി 2 ദിനവൃത്താന്തം 20:33 പറയുന്നത്, 20:33 എങ്കിലും പൂജാഗിരികൾ നീക്കം ചെയ്തില്ല. ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നുണ്ട്, ദൈവകർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്, പക്ഷെ അന്യദേവനുള്ള പൂജാഗിരികൾ നീക്കം ചെയ്തില്ല. കുറച്ച് വാസന, കുറച്ച് മദ്യപാനം, ഇതൊക്കെ അങ്ങനെ കുറച്ച് അവിടെ തന്നെ വെച്ചു എന്ന് പറയുന്നത് പോലെ പള്ളി വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ കുറച്ച് കാര്യങ്ങൾ അവിടെ തന്നെ വെച്ചു. അത് ഹൃദയം ഉറപ്പിക്കാത്ത അവസ്ഥയാണ്. അതാണ്
എങ്കിലും പൂജാഗിരികൾ നീക്കം ചെയ്തില്ല. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തിന് ജനം ഹൃദയം പിതാക്കന്മാരുടെ ദൈവത്തിൽ ജനം ഹൃദയം ഉറപ്പിച്ചില്ല. ഇങ്ങനെ കർത്താവ് രക്ഷിക്കുന്ന അനുഭവം ഉണ്ടായി. എന്നിട്ടും ജനം, യഹോഷാഫാത്തിന്റെ ജനം ഹൃദയം ദൈവത്തിൽ ഉറപ്പിച്ചു വെച്ചില്ല. അതാണ് ഇനി മൂന്നാമത്തെ ഒരു കാര്യം. അവരും ഈ ശത്രു ദുഷ്ടമനസ്സുള്ള വേറൊരാളുമായിട്ട് സഖ്യമുണ്ടാക്കി. രാജാവ് സഖ്യമുണ്ടാക്കി. അത് അഹസ്യ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അത് 2 ദിനവൃത്താന്തം 20:35 20:35 ഒടുവിൽ യൂദാ രാജാവായ യഹോഷാഫാത്ത് ഇസ്രായേൽ രാജാവായ അഹസ്യയുമായി സഖ്യത്തിലേർപ്പെട്ടു. അഹസ്യ ദുഷ്കർമ്മിയായിരുന്നു. അതാണ് ദൈവം പിന്നീട് അഹസ്യയുമായി സഖ്യം ചെയ്തതിനാൽ നീ നിർമ്മിച്ചതെല്ലാം കർത്താവ് നശിപ്പിക്കും. ഇങ്ങനെ ദൈവത്തിൽ വിശ്വസിച്ച് മാമോദീസയൊക്കെ സ്വീകരിച്ച് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് ഇങ്ങനെ പോകുന്ന ജനമാണെങ്കിലും ചില കാര്യങ്ങൾ വിട്ടുകളഞ്ഞില്ല. അവർ ചെയ്തത്, അവർ പാട്ടുപാടി കർത്താവിനെ സ്തുതിച്ചു, വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഗായകരൊക്കെ സന്നദ്ധരാക്കി, അങ്ങനെ ഒരുമിച്ച് പാട്ടുപാടി ദൈവത്തിൻ്റെ അത്ഭുത ശക്തി അവർ അനുഭവിച്ചു. എന്നിട്ടും ആ ശത്രു സൈന്യത്തിൻ്റെ കൂടെ കടന്നിരുന്ന നമുക്കാവശ്യമില്ലാത്ത ചില സാധനങ്ങൾ കൊള്ളയടിച്ച് കൊണ്ടുവന്നു. എന്നിട്ടും അവർ ജനം, രാജാവ് പൂജാഗിരികൾ അത് നിർവീര്യമാക്കിയില്ല. എന്നിട്ട് ജനം തങ്ങളുടെ ഹൃദയം ദൈവത്തിൽ ഉറപ്പിച്ചില്ല. എന്നിട്ടും വേണ്ടാത്ത ദുഷ്കർമ്മം ചെയ്യുന്ന ആളുകളുമായിട്ട് സഖ്യമുണ്ടാക്കി. അതാണ് ഇതിങ്ങനെ ധ്യാനിക്കുമ്പോൾ മണൽപ്പുറത്താണോ പാറപ്പുറത്താണോ പ്രിയ വിശ്വാസി നിന്റെ ജീവിതം? നീ തകർന്നു വീഴുന്ന വിധത്തിൽ മണൽപ്പുറം, പിശാച് കടന്നു വിരകുന്ന സ്ഥലങ്ങളിലാണ് നീ നിന്റെ വ്യാപാരമെങ്കിൽ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചിട്ട് കാര്യമുണ്ടോ? ഇത് ക്രിസ്മസ് സമ്മാനം ചോദിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കർത്താവിലാണ് നമ്മുടെ ആശ്രയമെങ്കിൽ കർത്താവിൽ ഹൃദയം ഉറപ്പിച്ച് നിർത്തുക. കർത്താവിലാണ് നമ്മൾ ഹൃദയം ഉറപ്പിച്ച് നിർത്തേണ്ടത്. കർത്താവിനറിയാം ഇവൻ എന്നിലാണ് ഹൃദയം ഉറപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് കർത്താവിനറിയാം. ധൂർത്തപുത്രൻ പന്നിക്കൂട്ടിൽ കിടപ്പാണെങ്കിൽ അങ്ങനെ തന്നെ കിടന്നേന്. പന്നിക്കൂട് വിടാൻ എന്ന് തീരുമാനിച്ചോ അന്ന് അവൻ അനുഗ്രഹം ഉണ്ടായി. യഥാർത്ഥത്തിൽ അവൻ പാപമേറ്റു പറയുന്നതിന് മുമ്പ് തന്നെ അവൻ അനുഗ്രഹിക്കപ്പെട്ടു. പന്നിക്കൂടുകൾ വിട്ടുപേക്ഷിക്കണം. പന്നിക്കൂടുകൾ വിട്ടുപേക്ഷിച്ച് നീ നിന്റെ ഹൃദയം ദൈവത്തിൽ ഉറപ്പിച്ചു നിർത്തൂ. അപ്പം നിനക്ക് ക്രിസ്മസ് സമ്മാനം കിട്ടും. പന്നിക്കൂടുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. പന്നിക്കൂടുകൾ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ പന്നിക്കൂടുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. പന്നിക്കൂടുകൾ ഉപേക്ഷിക്കുക. എന്നിട്ട് ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചു നിർത്തുക. നീ എന്ന് കർത്താവിൻ്റെ അടുക്കലേക്ക് വരാൻ, പൂർണ്ണ മനസ്സോടുകൂടി വരാൻ നീ തീരുമാനിക്കുന്നു, ധൂർത്തപുത്രൻ എന്ന് തീരുമാനിച്ചോ അന്ന് അവന് അപ്പൻ എന്നെ സ്വീകരിക്കുമെന്ന പ്രത്യാശ ഉണ്ടായി. അവൻ ചോദിക്കാത്തത് കൂടി അവന് കിട്ടി. അതാണ് ആ ഒരു അനുഭവം ഈ ക്രിസ്മസ് നാളുകളിൽ ഉണ്ടാകട്ടെ. മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും. ഹൃദയം ഇനിയെന്നും നിൻവാസഗേഹമാകും. കൺമുൻപിൽ നീ ഇല്ലെങ്കിലും വിശ്വാസത്താലെ കാണുന്നിതാ. മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും. ഹൃദയം ഇനിയെന്നും നിൻവാസഗേഹമാകും. ഹൃദയം കർത്താവിൽ ഉറപ്പിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ തയ്യാറായ പരിശുദ്ധ കന്യകാമറിയമേ, ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന നാളുകളിൽ ഹൃദയം കർത്താവിൽ തന്നെ ഉറപ്പിച്ച് നല്ല വിശ്വാസത്തിൽ, നല്ല ഉറപ്പോടുകൂടെ നിലനിൽക്കുവാൻ ഞങ്ങളെയും സഹായിക്കണം.